സുഹൃത്തുക്കളെ, ഇടയ്ക്കിടയ്ക്ക് ഒരു മൗലാന റസ്വി എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം പുരോഹിതൻ അല്ലെങ്കിൽ മുല്ല പരാമർശങ്ങളൊക്കെ നടത്തി. ഷമ്മിയെ വിമർശിച്ച് ഷഹാബുദ്ദീൻ റസ്വി മോദി അനുകൂലി, അഖണ്ഡ ഭാരതം യാഥാർത്ഥ്യമാക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ഇത് മീഡിയ വണ്ണിൽ വന്ന വാർത്തയാണ്. ഹീസ് എ ക്രിമിനൽ ക്ലറിക് ഷഹാബുദ്ദീൻ റസ്വി സ്ലാംസ് മുഹമ്മദ് ഷാമി ഫോർ നോട്ട് ഒബ്സർവിങ് റോസ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് 2022 സെപ്റ്റംബർ 17 ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ വിഷയം അതൊന്നുമല്ല. ഇയാൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. മുഹമ്മദ് ഷമിയെ പോലെയുള്ള ഒരു പ്രമുഖനായ, ലോകം അറിയപ്പെടുന്ന ഒരാൾക്ക് നേരെ മതപരമായ ഫത്വകൾ ഇറക്കാൻ സാധാ മുല്ലമാർ ഒരിക്കലും ധൈര്യപ്പെടില്ല. അവരിങ്ങനെ ഓരോരോ സംഘടനകൾ ഉണ്ടാക്കിയിട്ടിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടും. ഓക്കെ, അവർക്ക് വിശ്വാസം അനുസരിച്ചിട്ട് അവർ മദ്രസയിൽ പഠിപ്പിച്ചോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട്. പക്ഷെ പൊതുവേദിയിൽ അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നത് തെറ്റാണ്. അങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെ പാവപ്പെട്ട സ്ത്രീകളുടെ മേലേക്ക് മുല്ലമാരും മറ്റുള്ള അലവലാദികളൊക്കെ കുതിര കയറുന്നുണ്ടാവും. അതിനെ ഈ റസ്വി ഉപയോഗപ്പെടുത്തണം. അത് BJPയുടെ വോട്ടാക്കിയിട്ട് എങ്ങനെ മാറ്റാമെന്നുള്ള രീതിയിൽ റസ്വി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇസ്ലാമിനെ കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വലിയൊരു ശല്യമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഇസ്ലാമിനെ വെച്ചിട്ട് സംഘികൾ ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇസ്ലാം കൊണ്ട് ഇന്ത്യക്ക് വലിയ ദ്രോഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ അമുസ്ലിങ്ങൾക്കാണെങ്കിലും മുസ്ലിമിനാണെങ്കിലും. സംഘികളൊക്കെ വിചാരിക്കുന്നത് ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് മാത്രമേ നാശമുണ്ടാക്കുന്നല്ല. ഇത് രാജ്യത്തിൻ്റെ ഐക്യത്തെ തകർക്കും, അഖണ്ഡതയെ തകർക്കും. മതമില്ലാതാവുക എന്നുള്ളതാണ് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക്, ലോകത്തിൻ്റെ ഐക്യത്തിന് നല്ലത്. മതം മാത്രമല്ല, എല്ലാവിധ ഗോത്രീയതയും അഹന്തയും ഇല്ലാതാക്കി പരസ്പരം സഹകരിച്ച് മുന്നേറുക. എനിക്ക് ആയുധ ബലമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സംഘബലമുണ്ട്, എനിക്ക് മറ്റേ ബലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവൻ്റെ മേൽ കുതിര കയറുകയാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരല്ല. അത് നിങ്ങൾ എത്ര ശക്തമായ ആയുധം കൊണ്ടാണെങ്കിലും, കോട്ട കൊണ്ടാണെങ്കിലും, മറ്റെന്തുകൊണ്ടാണെങ്കിലും സുരക്ഷ തീർത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ സുരക്ഷിതരല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തണം. അപ്പോൾ ശരി.